നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പാൻ മസാല വിറ്റ് നടന്ന ഒരു 10 വയസ്സുകാരൻ തന്റെ കുടുംബത്തെ പോറ്റാനായി ഒരു ചായക്കടയിൽ കഥയുണ്ട്. പഴയ രവീന്ദ്രനാഥ് ടാഗോർ മന്ദിരത്തിന് കീഴിൽ 100-ലധികം കച്ചവടക്കാർ തമ്പടിച്ചിരിക്കുന്ന തെരുവിൽ പാൻ മസാല കിറ്റും ടബാക്കും 30 പേർക്കുള്ള ചായയും തൊഴിലാക്കി ആ 10 വയസ്സുകാരൻ ദിവസങ്ങളോളം സമയത്ത് പിടിച്ചു കിട്ടി. ചിലവാക്കിയ കാശിന്റെ പകുതിയെങ്കിലും പോക്കറ്റിലെത്തിയാൽ മാത്രമേ ജീവിക്കാനാവൂ എന്ന് മനസ്സിലായ അദ്ദേഹം തന്റെ ഇഷ്ടനടനായ രജനീകാന്തിന്റെ ശൈലികൾ ഒപ്പിയെടുത്തും പ്രിയ നടനായ ജോൺ ലിപ്പിന്റെ ഹെയർ സ്റ്റൈൽ അതേപടി പകർത്തിയും തന്റെ കച്ചവട രീതിക്ക് ചെറിയ മാറ്റം കൊണ്ടുവരുന്നു. 1.5 രൂപയുടെ ചായ കുടിക്കാൻ എത്തുന്ന സ്ഥിരം വണ്ടികളുടെ ചുണ്ടിലേക്ക് 3 രൂപയുടെ ഫിറ്ററൽ സിഗരറ്റും എഴുതി വായിൽ നിന്ന് എവിടെ നിന്നോ ഉരച്ചു കത്തിക്കുന്ന ഒരു തീപ്പെട്ടി കൊള്ളിയും നോ സ്മോക്കിംഗ് ബോർഡുകളെ കാറ്റിൽ പറപ്പിക്കുമ്പോൾ അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഡോൺ ടീ കപ്രി എന്ന തന്റെ ചായക്കട സോഷ്യൽ മീഡിയ ട്രെൻഡുകളെ പോളി ചെയ്യുമെന്ന്. ധോണി എന്ന സുനിൽ പട്ടേൽ ദിവസം 3000 രൂപയ്ക്ക് മുകളിലാണ് ചായ വിട്ട് സമ്പാദിക്കുന്നത്. ഇദ്ദേഹം നമ്മളെ പഠിക്കുന്നത് പാഠമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലല്ല കാര്യം, എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഗൈസ്, നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ 96% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്.